ഉസ്സകുട്ടിയാക്കേ ഇപ്പം കിടന്ന് ഉരുളിനേലി വലിയ അർത്ഥമില്ല. പണ്ടോം പണവും ഉറപ്പിക്കണ കൂട്ടത്തിൽ വിസേൻ്റെ കാര്യം പരസ്യമായി പറയരുത് എന്ന് ബ്രോക്കർ പറഞ്ഞുകൊണ്ടാ പറയാതിരുന്നത്. ലീവ് കഴിഞ്ഞ് വാപ്പുട്ടി കുവൈത്തിൽ തിരിച്ചെത്തി 1 മാസത്തിനുള്ളിൽ വിസ കയ്യിലെത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊല്ലൊന്നായി. ഇങ്ങളെ വാക്കിന് ഇത്ര വിലല്ലാതാവുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. വിസന്റെ കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു കത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറയും പുയ്യാപ്പിളനോട്. പുതിയാപ്പിള വേണമെങ്കിൽ 10 കൊല്ലം ക്ഷമിക്കും. പണിയെടുക്കാതെ നടക്കുന്നതാണ് ഓനിക്കിഷ്ടം. പക്ഷെ ഓൻ്റെ വാപ്പാക്ക് ഓനെ കയറ്റി വിട്ടാലേ സമാധാനാവും. ഒരു പണിയില്ലാതെ ഇവിടെ കറങ്ങണേക്കാളും നല്ലതല്ലേ കടലിൻ്റെ അക്കരെ പോണത്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഓനിക്ക് തിന്നാൻ കൊടുക്കണ്ടല്ലോ. ആ എന്നിട്ട് എന്താപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് പറയേണ്ടിയത്? വിസ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ശ്രമിക്കാൻ പറയേ. അല്ലാതപ്പോ ഞാൻ എന്താ പറയാ? എൻ്റെ മകനാണ് നിങ്ങളെ മോളെ കെട്ടിയെങ്കിൽ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ വരൂലായിരുന്നു. ഇതിപ്പോ ജ്യേഷ്ഠന്റെ മോനായി പോയില്ലേ. ഏതായാലും ഞാൻ പരമാവധി പറഞ്ഞ് തണുപ്പിക്കാം. കാര്യം ഉണ്ടാവുമോ എന്നിപ്പോ എനിക്ക് പറയാൻ പറ്റൂല. എൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് പുകഴ്ത്തി പറയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓൻ്റെ തലൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലം മണ്ണാ, പച്ച മണ്ണ്. ഏതായാലും പരമാവധി നോക്കി ഞാൻ ഇറങ്ങുക. എന്നാ വണ്ടി എടുക്ക്. ഉസ്സൻകുട്ടിയാക്ക, ആ കുവൈത്തുനിന്ന് ബാപ്പുട്ടിയാക്ക വിളിച്ചിരുന്നു. രാത്രി 9 മണിക്ക് വിളിക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോണ്ട് അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. മോളെ റൂബി, മോളെ രാത്രി 9 മണിക്ക് കുവൈത്തുനിന്ന് ബാപ്പുട്ടി വിളിക്കൂ. ഈ ഉമ്മയും പോയി സംസാരിച്ചാ മതി. നിങ്ങൾ വരണില്ലോപ്പാ? വിവരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാ മതി. എല്ലാരും കൂടി സംസാരിച്ച് വെറുതെ ഓന്റെ പൈസ തീർക്കണ്ട. എന്നാ പിന്നെ റൂബി മാത്രം പോയാ മതി. വിവരങ്ങളൊക്കെ ഈ അങ്ങോട്ട് പറഞ്ഞാളാ. വിസന്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ഓർമ്മയാക്കി കൊടുക്കണം. ബുദ്ധിമുട്ടിക്കാൻ പോയി ഉണ്ടായിട്ടല്ലാന്ന് ഓനോട് പറയാൻ മറക്കണ്ട. ഏയ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല മോളെ. ഏത് പാതിരാക്കി വേണമെങ്കിലും വിളിച്ചോളാൻ പറയണ്ടേ അവനോട്. ഫോണെന്ന് പറയണത് ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ. ഗൾഫിൽ നിന്ന് മാത്രല്ലല്ലോ വിളിക്കണത്, നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കണില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എവിടുന്ന് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഈ ഇനി അതന്നെ അങ്ങനെ പറയണ്ട. അല്ല 9 മണിക്ക് വിളിക്കുന്നു പറഞ്ഞിട്ട് 9:30 ആവാനായല്ലോ. പറഞ്ഞ സമയത്ത് വിളിക്കാറുണ്ടായിരുന്നല്ലോ ബാപ്പുട്ടി. എന്തേ പറ്റിയതാവോ? ചിലപ്പോ ലൈൻ കിട്ടിയിട്ടുണ്ടാവൂല. അല്ലെങ്കിലും ഗൾഫുകാർക്ക് ഒന്നിനൊരു സമയം കൃത്യമായിട്ട് പറയാൻ പറ്റൂലല്ലോ. ആ കുറച്ചേരം കൂടി കാത്തു നോക്ക. ആ നീ ഇങ്ങനെ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കേ. എടുത്തോ, നിനക്ക് തന്നെയാ ഫോൺ. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാ വർത്താനം? വേഗം പറയ്. എല്ലാവർക്കും സുഖാണ്. ഉമ്മയും വന്നിട്ടില്ലേ? അവര് വരണില്ല എന്നാ പറഞ്ഞേ. പൈസ കളയണ്ടെന്ന് കരുതിയിട്ടാവും. രണ്ടാക്കും അസുഖമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ. ഇനി എൻ്റെ വർത്താനം പറയ്. വേഗം പറഞ്ഞോ, 2 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാവും. ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരൂല. നമുക്ക് കാസറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തയക്കലെന്നെ പറ്റുള്ളൂ. എന്നാലൊരു കാര്യം ചെയ്യേ, അടുത്ത ചൊവ്വാഴ്ച ലുക്കുമാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഒരു കാസറ്റ് മുഴുവൻ വിശേഷങ്ങൾ പറഞ്ഞ് ഓൻ്റെ അടുത്തുനിന്ന് കൊടുത്തയക്ക്. ഒന്നും വിട്ടുപോകരുത്. പിന്നെ പൈസ എന്നോ തീർന്നിട്ടുണ്ടാവൂലേ. ആരെങ്കിലും പോരുന്നവരുണ്ടോ നോക്കട്ടെ, ഞാൻ കുറച്ച് കൊടുത്തയക്കാം. ആ പിന്നെ വേറെന്തൊക്കെയാ വർത്താനം? അളിയന്റെ എളാപ്പ ഇന്നിവിടെ വന്നിരുന്നു. അളിയന്റെ വിസന്റെ കാര്യം. ഹലോ ഹലോ. അൽഹംദുലില്ലാ, കൃത്യസമയത്ത് കട്ടായി. ഇല്ലെങ്കിൽ ഇപ്പം മൂടാകെ പോയിരുന്നു.